വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രൈപോഡ് അൺബോക്സിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണോ പറഞ്ഞത്, അല്ല കഴിഞ്ഞ വീഡിയോയുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രൈപോഡ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ട്രൈപോഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. മിനി ട്രൈപോഡ് ആണ് കേട്ടോ. ഇത് അൺബോക്സിങ് ഒക്കെ ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ഓർഡർ ചെയ്തത്. ഞാൻ വന്നപ്പോഴേക്ക് ഇതൊക്കെ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, ബാക്കിയുള്ളവർ നോക്കി കഴിഞ്ഞു. അപ്പം നമുക്കിതൊന്ന് ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 3 സംഭവങ്ങളായിട്ടാണ് ഇത് വരുന്നത്. ഇതൊരു വയർലെസ് ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ്. ഇതിൻ്റെ റിമോട്ട് പോലൊരു സംഭവം. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത്. ഇതൊരു 500ൻ്റെ താഴെയുള്ളൂ. നമുക്ക് ഓഫർ ഉണ്ടായിരുന്ന ടൈമിൽ 300ന് കിട്ടി. അങ്ങനെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആക്കി വെക്കാം. അതുകൊണ്ട് നമുക്കിപ്പം എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ജനൽ എവിടെ വെച്ചാണെങ്കിലും ഇപ്പം നമുക്ക് എവിടെയും സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ തിരിച്ചും വളച്ചൊക്കെ വെച്ച് കൊടുക്കാം. സോ ഇത് അതിനൊക്കെ നല്ലതാണ്. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതൊരു യുണീക്ക് കളറാണ്. അപ്പം നമ്മുടെ ഈ ട്രൈപോഡ് എന്ന് പറയുന്നത് 2 ക്യാമറയ്ക്കും അതേപോലെ ഫോണിനും രണ്ടിനും സൂട്ടബിൾ ആയിട്ടുള്ളൊരു ട്രൈപോഡാണ്. നമുക്ക് ഇത് എടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ, ഇത് കുറച്ച് സൂം ആക്കിക്കോ. ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ക്രൂ ഉണ്ടല്ലോ, അത് ടൈറ്റ് ആക്കാനും ലൂസാക്കാനും ഒക്കെ പറ്റും ഇത് വെച്ചിട്ട്. സോ നമുക്കിത് എങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ക്യാമറ അല്ലെങ്കിൽ ഫോൺ വെക്കാനുള്ളൊരു സംഭവം വരുന്നുണ്ട്. നമുക്ക് തുറന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 1 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇത് ക്യാമറ വെക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ഫോൺ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് വെക്കുക. വ്ലോഗിങ്ങിനും റീൽസ് എടുക്കാനും എല്ലാത്തിനും ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ട്രൈപോഡാണിത്. ഇത് പറയുന്നത് 360 ഡിഗ്രി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമുക്ക് കണ്ടോ ഇങ്ങനെ എവിടെ ഇപ്പോൾ ജനലിൻ്റെ കമ്പിയിലടക്കം നമുക്കിങ്ങനെ ചുറ്റി തിരിച്ച് വെക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ഇപ്പം ഇങ്ങനെ ഒരു പൈപ്പ് അതുപോലെയുള്ളതിലൊക്കെ നമുക്കിത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിൻ്റെ ഇങ്ങനെ ബോൾസ് ഇതിലെല്ലാം നമുക്ക് ഇങ്ങനെ എല്ലാം വളച്ച് കൊടുക്കാൻ പറ്റും. സോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രൈപോഡാണ്. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ടോ ഇപ്പോൾ വ്ലോഗ് ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇങ്ങനെ തിരിക്കാം. എല്ലാത്തിനും യൂസ്ഫുൾ ആണ്. അതേപോലെ ഇത് വയർലെസ് ട്രൈപോഡാണ്. അപ്പം നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആ ഫോണിൽ ഇങ്ങനെ അല്ലെങ്കിൽ ക്യാമറയിൽ കൊണ്ടുപോയിട്ട് സ്വിച്ച് ഇങ്ങനെ അമർത്തേണ്ട കാര്യമില്ല. സോ ഭയങ്കര നല്ലൊരു ട്രൈപോഡാണിത്. ഇനി നമുക്ക് ഇതിൽ ഫോൺ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഫോൺ വെച്ച് കൊടുക്കാം. ഫോണാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ. അതേപോലെ നമുക്ക് ഫോണിപ്പം ചെരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചാൽ മതി. സോ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് മറ്റേ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണ പോലത്തെ ട്രൈപോഡ് അല്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പിൽ തിരിച്ചു കൊടുക്കാൻ മതി. ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ താഴത്തുള്ള വീഡിയോസാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വയർലെസ് ട്രൈപോഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ നമുക്ക് വയർലെസ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു റിമോട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിത് തുറന്നിട്ട് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യണേ നോക്കാം. കേട്ടോ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ഒരു കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. സോ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇപ്പൊ ഫോണിലെ ബ്ലൂടൂത്ത് ഓണാക്കാന്നാ പറഞ്ഞത്. അപ്പൊ ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് ഇതിന്റെ പേര് അതിൽ കാണും, അത് വെച്ച് പെയർ ചെയ്യുക. എന്നിട്ട് വൺസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഇതിൽ ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് 2 ഇതുണ്ട്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആക്കാം. ഓൺ ഓഫ് എന്നുണ്ട്. ഇപ്പൊ ഇത് ഓഫായിട്ടാണ് കിടക്കുന്നത്. അത് ഓണാണോ ക്യാമറ? ഇത് ഓണിലായി കൊടുക്കുമ്പോൾ ഇവിടെ ലൈറ്റ് എത്തും. ദെൻ നമ്മളിവിടെ ബ്ലൂടൂത്ത് എടുക്കുക. ബ്ലൂടൂത്തിൽ
ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ AB ഷട്ടർ 3 എന്ന് പറഞ്ഞാൽ ഇത് വരും. അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ഓൺ ആക്കുക. ഇപ്പോൾ ഒരു ക്യാമറ ജസ്റ്റ് നമുക്ക് ഇതെടുക്കാം, കാണിച്ചു തരാം. ഇത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആവും. അപ്പം നമ്മൾ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്, ക്യാമറ 360 iOS, ഇത് രണ്ടും ആണെങ്കിൽ ഇതെടുക്കുക. അതേപോലെ ആൻഡ്രോയിഡ് ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്. സോ നമുക്ക് ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ ക്യാമറ നമ്മളിവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ കിട്ടി. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഒരു ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്കിതിൽ വീഡിയോ ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയുടെ ഇത് അതായി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞു. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രത്തോളം കണ്ടത് വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം 300 റുപ്പീസിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ റിമോട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതൊന്ന് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. സോ അത് നല്ലൊരു ഫീച്ചറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഇത് ആരെങ്കിലും ഇങ്ങനെ ഒരു മിനി ട്രൈപോഡ് നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഇതുവരെ ഓക്കെ ആണ്. ഇതിലെന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടും ഞങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്തത് വെച്ചിട്ടും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. പിന്നൊരു കാര്യം, ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.